മിസ്റ്റർ ഷാഹി കബീർ, എന്താണിത്? നിങ്ങൾ റോന്തെന്ന പേരിൽ എഴുതി തിയേറ്ററിൽ എത്തിച്ച സൃഷ്ടിയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കൊരു ധാരണയുണ്ടോ? അതിന് പരിധികളില്ലെന്നേ. അത് നിങ്ങളുടെ മാത്രം വിജയമല്ല, അത് നമ്മുടെ മലയാളത്തിൻ്റെ വിജയമാണ്. ഇങ്ങനെയൊക്കെ ഒരു സിനിമകൾ വരിക എന്ന് പറഞ്ഞാൽ, ഇതൊരു പച്ചപ്പടമാണേ, പ്രകൃതി പടമാണേ എന്ന് വിചാരിച്ച് OTT കാണാൻ വേണ്ടി നിൽക്കരുത്. കിണ്ണ തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമയാണ്. എന്താ എന്താ എഴുത്ത്, എന്താ എക്സിക്യൂഷൻ, എന്താ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെൻ്റ്! അയ്യോ, ഓർക്കും തന്നെ രോമാഞ്ചവും അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് സിനിമ അല്പം ഡിസ്റ്റർബിങ് ആണ് പടം. എന്നാലും മറ്റേ ഇരട്ട പോലെ അങ്ങനത്തെയോ ഒരു ഭയങ്കര വയലൻസ് ഉള്ളോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും, കാരണം നമുക്ക് അത്രത്തോളം ഈ സിനിമയിലോട്ട് ഇഴുകിച്ചേർന്ന് കാണാൻ പറ്റുമെന്നുള്ള ഒരു ഇതാണ്. പോലീസുകാർ, കേരള പോലീസ് കാണുമ്പോൾ നമുക്ക് ഷോ ഓഫുള്ള ജോലി, ഷൈൻ ചെയ്യാനുള്ള ജോലി എന്നൊക്കെ നമുക്ക് തോന്നിയാലും അവരനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സുണ്ട്. നമ്മളിപ്പം നമ്മൾ കാണുന്ന ലോകമല്ല അവർ ചെന്ന് പെടുന്നതെല്ലാം ഒരു അബ്നോർമലായിട്ടുള്ള സിറ്റുവേഷനിലാണ്. പരിചയമില്ലാത്ത സാഹചര്യങ്ങൾ, അത് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യണം. അവരനുഭവിക്കുന്ന ഒരു പ്രഷറുണ്ട്. എന്തൊക്കെ കാഴ്ചകളാണ് ഓരോ ദിവസം കണ്ടു പോവേണ്ടത്, എത്ര ആൾക്കാരെ ഡീൽ ചെയ്യേണ്ടി വരും. അതിൽ തന്നെ അതിൻ്റെ ഇടയിൽ കളിക്കുന്ന പൊളിറ്റിക്സ് പരിപാടികളൊക്കെ ഉണ്ട്. ഇതെല്ലാം നല്ല നീറ്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആക്ഷൻ ഹീറോ ബിജു എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. അതിലൊരു പോലീസ് സ്റ്റേഷൻ്റെ നേർക്കാഴ്ച നമുക്ക് കണ്ടാൽ പറ്റിയത്. 2 പോലീസുകാർ റോന്ത് ചുറ്റാൻ ഇറങ്ങുന്നു. അവർ പോകുന്നു. ആൾക്കാരൊക്കെ നിൽക്കുമ്പം ചോദിക്കും എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവന്മാരെ ബോഡി ലാംഗ്വേജിൽ മനസ്സിലാവും എന്തെങ്കിലും വള്ളിയാണോ എന്നുള്ളത്. കുറ്റകൃത്യം ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസുകാർ ഈ റോന്ത് ചുറ്റുന്നത്. അങ്ങനെ 2 പോലീസുകാർ റോന്ത് ചുറ്റുകയാണ്. നമ്മുടെ റോഷൻ മാത്യുവും ദിലീഷ് പോത്തനും. റോഷൻ മാത്യു എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത ഡ്രൈവറാണ്. അദ്ദേഹത്തിന് മറ്റേ ആത്മാർത്ഥത കൂടുതൽ, നേർമയായിട്ട് ചെയ്യണം, ചോര തിളപ്പൊക്കെ ഉണ്ട്. പക്ഷേ എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾ ദിലീഷ് പോത്തനെ കാണുമ്പോൾ വിചാരിക്കും ദിലീഷ് പോത്തൻ ഒരു ചൊറിയനാണ്, ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള അത്യാവശ്യം ഉടായ്പൊക്കെയുള്ള ഒരു പോലീസുകാരൻ, ഒരു ചൊറിയൻ ക്യാരക്ടറാണെന്ന് വിചാരിക്കും. പക്ഷെ ആ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയി അയാളുടെ എക്സ്പീരിയൻസ്, അയാളുടെ ഡയലോഗ്, അയാൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളൊക്കെ നമുക്കിവിടെ ഫീൽ ചെയ്യും. റോഷൻ, ഇവർ രണ്ടുപേരും അന്യായ പെർഫോമൻസ്. ദിലീഷ് പോത്ത് എന്തൊരു അഭിനയോടെ ഇത്! അയ്യോ, എന്താ പറയാ ഞാൻ. അതുമാത്രമോ, ഈ സിനിമയുടെ സൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സൗണ്ട് മിക്സിങ്, സൗണ്ട് ഡിസൈൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, എൻ്റെ പൊന്നടേ! ഞാൻ പറഞ്ഞില്ല, ഇവരിങ്ങനെ ഈ റോന്തിന് പോകുമ്പോൾ ഇവർ ഓരോ പുതിയ ആൾക്കാരെ കാണുന്നു, ഓരോ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്ത് അങ്ങനെ സിനിമ അങ്ങ് മുന്നോട്ട് പോകണം. തുടക്കം ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. അല്ലാതെ ഈ പടത്തിൽ ലാഗ് എന്നൊരു സാധനമില്ല. വളരെ ഫാസ്റ്റായിട്ട് സിനിമ പോവേണം. അതിൻ്റെ ഇടയ്ക്ക് തന്നെ വരുന്ന ചെറിയ കോമഡി ഉണ്ട്. സുധീർ കൊപ്പയൊക്കെ വരുന്ന സീനൊക്കെ അത്യാവശ്യം ചിരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഷോക്കിംഗ് ആയിട്ടുള്ള സീറ്റടിച്ച് തരുന്ന ഇൻസിഡൻസ് ഉണ്ടാകുന്നുണ്ട്. ഹൊറർ, നമുക്ക് ചെറിയ പേടി വരുന്ന സീനുകൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഫുൾ ഇമ്പാക്റ്റോടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അത് തിയേറ്ററിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. അത് OTTയിൽ പോയി കണ്ട ആ സാധനം ഉണ്ടാവില്ല. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ചെറിയൊരു ത്രെഡ്, ഒരു പാരൽ സാധനം ഇട്ടങ്ങ് പോവേണം. അതിന് ആ സൈഡിൽ കൂടി ഇവർ വിചാരിക്കാതെ തന്നെ അത് ഡെവലപ്പ് ചെയ്ത് വേറെ റേഞ്ചിലോട്ട് പോകുന്നുണ്ട്. അവിടെ ഈ പോലീസുകാർ വന്ന് പെടുന്നതും അത് എന്തിൽ ചെന്ന് അവസാനിച്ചു എന്നുള്ള ഒരു ചെറിയൊരു കാര്യം. ഒരു രാത്രി പെട്രോളിന് ഇറങ്ങുന്ന പോലീസുകാർ, അത്രേ ഉള്ളൂ ഈ പടം. പക്ഷേ എൻ്റെ പൊന്നെ, ഈ 2 പേര് ഒരു പോലീസ് ജീപ്പും വെച്ചിട്ട് ഇവർ എന്തായി എഴുതി വെച്ചിരിക്കുന്നത്? ഷാഹി കബീർ മാൻ, അയ്യോ, കെട്ടിപ്പിടിച്ചൊരു ഉമ്മാരാ തോന്നുക. ഇമോഷണൽ രംഗങ്ങളുണ്ട്, ഡിസ്റ്റർബിങ് രംഗങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, വയലൻസോ വെട്ടിക്കീറലോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ അതിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യമാണ്. അത് ഭീകരമാണ്. അതിൻ്റെ ഹാങ് ഓവർ സിനിമ കണ്ടു തീർന്നാലും നമുക്ക് മാറില്ല. അതാണ് എഴുത്തിൻ്റെ ശക്തി. ക്യാരക്ടേഴ്സിനെ എഴുതി ഉണ്ടാക്കണം. ഇങ്ങനെ ഉണ്ടാക്കും. ഇപ്പം നമുക്ക് ഓരോ പോലീസ് സ്റ്റേഷൻ കാണിക്കുമ്പോഴും ഓരോ പോലീസുകാരെ കാണിക്കുമ്പോഴും ചുമ്മാ ഉടായ്പ് സെറ്റപ്പിൽ പോയിട്ടില്ല. ഇത് അത്രയും പഠിച്ച് ഇദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ പോലീസിൽ. അതത്രയും ഈ പടത്തിൽ കാണാറുണ്ട്. നായാട്ട് പോലെ, ഒരു പക്ഷേ നായാട്ടിനേക്കാൾ മേലെ വെക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ കാണ്ടമായിട്ട് പറയാനുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സ്പോയിലേഴ്സായി പോകും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കുറേ ഇൻസിഡൻസ് സിനിമയിൽ സംഭവിക്കുന്നുണ്ട്. അതിൽ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ട്. അതൊക്കെ ആ പോർഷനിലെത്തി നമ്മൾ അനുഭവിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടും. അതുകൊണ്ടൊന്നും ഞാൻ പറഞ്ഞ് സ്പോയിലാക്കുന്നില്ല. ഈ സിനിമ ഇത് നമ്മുടെ അഭിമാന സിനിമയാണ്. ഈ വർഷത്തെ ഇറങ്ങിയതിൽ ഏറ്റവും മികച്ച സിനിമകളിലൊന്നാണ്. ഇപ്പം ഇത് വളരെ രീതിയിൽ ഈ സിനിമ ചർച്ച ചെയ്യും. ക്രിട്ടിക്സിൻ്റെ എന്നൊക്കെ നല്ല അഭിപ്രായം കിട്ടും. അതുപോലെ ഇത് തിയേറ്ററിൽ ഇങ്ങനത്തെ സിനിമകൾ പരാജയപ്പെടുത്തി വിടരുത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എൻ്റെ വാക്ക് വിശ്വസിച്ച് പോയിക്കോ. ഇത് പ്രകൃതി അങ്ങനത്തെ സാധനമല്ല. ഇത് നല്ല കിണ്ണം കാഴ്ച തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയിൽ ഒരു സീൻ പോലും വേസ്റ്റ് ഇല്ല. ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓരോ ഡയലോഗും
ഓരോ ക്യാരക്ടേഴ്സിനെ കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നതൊക്കെ പറയാൻ ഒരുപാടുണ്ട്. അതിലേക്കൊന്നും ഞാൻ മുതിരുന്നില്ല. ഈ സിനിമയിൽ ഇവർ രണ്ടുപേരെ ഫോക്കസ് ചെയ്ത് തന്നെയാണ് സിനിമ പോകുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും ജീവിത പശ്ചാത്തലങ്ങൾ രണ്ട് രീതിയിലാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഇവരുടെ കോൺഫ്ലിക്ട്സുകൾ ഒരുപാടുണ്ട്. ഇവരുടെ സ്വഭാവത്തിലുള്ള കോൺഫ്ലിക്ട്സുകളും അതിൽ ഉണ്ടാകുന്ന തലവേദനകളും നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് അതുപോലെ തന്നെ ഫീൽ ചെയ്യിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാവർക്കും ചെറിയ ചെറിയ റോളുകളാണ്. പിന്നെ അഭിനയിച്ചിരിക്കുന്നത് സുധീകൊപ്പം ഞാൻ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. നൈസ് ക്യാരക്ടറായിരുന്നു. അരുൺ ചെറുകയിൽ നമ്മുടെ ഫോർ ദ പീപ്പിളിലുള്ള അങ്ങേര് ഒരു റോൾ ചെയ്തിട്ടുണ്ട്. കൃഷ്ണ കുറുപ്പ് എന്നൊരു പെൺകുട്ടിയുണ്ട്. നന്ദൻ ഉണ്ണിയുണ്ട്. കാർമൻ എസ് മാത്യു നല്ലൊരു ക്യാരക്ടറായിരുന്നു. ലക്ഷ്മി മേനോൻ കുഞ്ഞു കുട്ടി കൂടിയുണ്ട്, ബേബി നന്ദൂട്ടി. പിന്നെ കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി ഒരു ക്യാരക്ടർ ചെയ്തു പോയിട്ടുണ്ട്. ഇവരൊക്കെ കുഞ്ഞു കുഞ്ഞു ക്യാരക്ടറേ ഉള്ളൂ. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, സിനിമയിൽ സിനോ ജോസഫ് സൗണ്ട് മിക്സിങ്, സിങ് സൗണ്ടും സൗണ്ട് ഡിസൈനും ആരുണ്ട്. ഗംഭീര വർക്കാണ്. ഒരു അവാർഡ് വിന്നിങ് ഇത് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അതുപോലെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അനിൽ ജോൺസൺ, നമ്മുടെ ദൃശ്യത്തിൻ്റെയൊക്കെ സ്കോർ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് 4 പുള്ളിയാണെന്ന് തോന്നുന്നു. ഗംഭീര വർക്ക്. പ്രവീൺ മംഗളത്തിൻ്റെ എഡിറ്റിങ്, മനേഷ് മാധവൻ്റെ സിനിമാറ്റോഗ്രഫി, ദിലീപ് നാഥിൻ്റെ ആർട്ട്. ഒരു കാട്ടിലുള്ള ഒരു വീട്ടിനകത്ത് നിന്ന് കയറുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അത് ഭീകരമായിരുന്നു. അതിൻ്റെ ആർട്ടും കിടിലുമായിരുന്നു. അങ്ങനെ ഓവറാൾ നോക്കിയാൽ ടെക്നിക്കലി ആയാലും സ്ക്രിപ്റ്റ് വൈസ് ആയാലും മേക്കിംഗ് വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും ഏത് മികച്ച സിനിമയുടെ കൂടെയും തട്ടിച്ച് നോക്കാൻ പറ്റുന്ന ഒരു ഗംഭീര സിനിമ അനുഭവമായിരുന്നു റോന്ത്. മിസ്സാക്കണ്ട, ധൈര്യമായിട്ട് പോയിക്കണ്ട. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തരാ വരട്ടെ.